അല്ലാഹുവിനെ മറന്ന് നിങ്ങളെ നടക്കല്ലേ. പടച്ചവനോട് നന്ദി രേഖപ്പെടുത്തു. അഹങ്കാരികളും ധിക്കാരികളുമാരരുത്. അഹങ്കാരികളും ധിക്കാരികളുമാരരുത്. പടച്ചവനെ ഇന്ന് വാതിൽ വന്നിട്ട് ഒരുപാട് ഉപ്പമാരെ കണ്ടു, ചെറുപ്പക്കാരെ കണ്ടു, കുട്ടികളെ വരെ കണ്ടു. ഒരാളും ഉസ്താദിന് സുഖമാണോ എന്ന് ചോദിച്ചില്ല. ഉസ്താദിന്റെ ഭാര്യ മക്കള് സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചില്ല. കണ്ടവര് മുഴുവനും പറഞ്ഞത് ഉസ്താദേ കടമാണ്, രോഗമാണ്, ദുഃഖമാണ്, വേദനയാണ്, മക്കളെ നന്നാകണം. എല്ലാവരും ദുആ കൊണ്ടാ വസിയ്യത്ത് ചെയ്തത്. ഒരാള് പോലെ സുഖമാണെന്ന് എന്നോട് ചോദിച്ചില്ല. ഞാൻ പരാതി പറഞ്ഞതല്ല, ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞതല്ല. പഠിച്ചവനെ ഇതുപോലെ നൂറുകണക്കിന് പ്രയാസവുമായി നടക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പരിഹാരം വേണോ, പരിഹാരം വേണോ. രണ്ട് വഴികളേ ഉള്ളൂ, രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് 40 പേരോട് കടമാണ്, കടമാണ്, രോഗമാണ്, പ്രയാസമാണ്, വീടില്ല, മക്കളില്ല എന്ന് കാണുന്നവരോട് മുഴുവനും പറയുന്നതിന് പകരം ഒരൊറ്റ പ്രാവശ്യം സുജൂദിൽ കിടന്നിട്ട് പടച്ച റബ്ബിനോട് പറ, അല്ലാഹ് പടച്ചവനെ രോഗം തരുന്നവൻ നീയാണല്ലാ, നിനക്ക് മരുന്ന് വേണ്ടല്ലോ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, കടക്കാരനായി മരിക്കാ പേടിയല്ലോ, എന്റെ കടം വീട്ടാനൊരു വഴി തുറന്നതാ അല്ലാഹ്. വർഷങ്ങളായി റബ്ബേ മക്കളില്ലാതെ വല്ലാതെ പ്രയാസത്തിലാണല്ലോ, ശിവധരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഇന്നും എന്റെ ഒരു കുടുംബത്തില് എന്നെ വല്ലാതെ സ്നേഹിക്കുന്നവര് സഹോദരിയാണ്, പൊട്ടിക്കരയുകയാണ്. വണ്ടിയിൽ വരുമ്പോഴ് ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാ, റിസൾട്ട് വരാ സമയമായി. ആ സഹോദരിയുടെ സംസാരം പുറത്തു കേൾക്കുന്നില്ല, വല്ലാതെ കരയുകയാ. കാലിന് നീരുണ്ട് സ്ഥാത്, കാലിന് നീരുണ്ട് സ്ഥാത്, എന്റെ ശരീരം മുഴുവനും നീരാണ്, എന്റെ ക്രിയാറ്റിൻ ഇങ്ങനെ മാറിയിരിക്കുന്നു. കാലിന്റെ ടെസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു ഒരിക്കലും നിങ്ങളെ കരയണ്ട. കാരണം സ്വതക്കത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരുപാട് സദഖ കൊടുക്കുന്നവരാ, ഒരിക്കലും പടച്ച റബ്ബ് നിങ്ങളെ കൈവിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങൾക്കും യതീമീങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടി ചോദിക്കുമ്പോ പലർക്കും കൊടുക്കാമല്ലാത്ത മടിയാ. സദഖ ചോദിക്കല്ലേ ഉസ്താദ്, പൈസ ചോദിക്കല്ലേ ഉസ്താദ്, നിങ്ങൾ വരാ, പിരിവുണ്ടെങ്കിൽ നിങ്ങൾ വരില്ല. എടുക്കുമ്പോ ഒരുപാട്, പിരിക്കാൻ സമയമാകുമ്പോ ഒരുപാട്, എവിടെ ഓടാനാണ് മനുഷ്യ. നിനക്ക് വേണ്ടിയും ഇതുപോലെ പിരിവെടുക്കണ്ട വന്നാ നീ എവിടെ ഓടാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, സഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട് സഹാബാ, അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കുന്നവരല്ല, അവർ ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സിക്കുന്നവരല്ല, അവർ മരുന്ന് കടിച്ചിട്ട് ചികിത്സിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, സദഖ കൊണ്ട് ചികിത്സിക്കുന്ന ചില അടിമകൾ അല്ലാഹുവിനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഈ പരിപാടികളെ ചിലവുകളിൽ എന്ത് കിട്ടിയാലും അത് പാവപ്പെട്ടവർക്കുള്ളതാ, അത് രോഗികൾക്കുള്ളതാ, അത് ക്യാൻസർ പിടിച്ച് കിടക്കുന്നവര്, കിഡ്നി തകർന്ന് കിടക്കുന്നവര്, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവര്, നേരത്തെ അന്നമില്ലാത്ത പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, നിന്റെ കിഡ്നിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നിനക്കറിയില്ല. പടച്ച റബ്ബേ, അവസാന ഘട്ടങ്ങളിലാണ് അറിയുന്നത്. ക്യാൻസറിന്റെ അവസ്ഥയും അതുപോലെയാണ്, പല രോഗങ്ങളും അവസാന ഘട്ടമാകുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് ആ രോഗത്തെ തട്ടിമാറ്റണോ. അതാ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, സദഖത്തു റദ്ദുൽ ബലാ, സദഖ
വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരുമ്പോ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. കൈകെട്ടിയിരിക്കേണ്ടവർക്ക് ഇരിക്കാം, ഉറക്കം നടിക്കേണ്ടവർക്ക് നടിക്കാം, എഴുന്നേറ്റ് കൂടേണ്ടവർക്കോടാ, കുറച്ചവരെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. മോനെ നീ നാളെ നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ സമ്പാദ്യവും സർവ്വതം വെച്ച് ചികിത്സിക്കുന്ന ഒരു രോഗമെങ്ങാട് അല്ലാഹു നിനക്ക് തരാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കരിച്ചു കളയാൻ ഈ സദഖയ്ക്ക് കഴിയുമല്ലോ. അപ്പൊ വരുന്നതിന് മുമ്പേ ചികിത്സിക്കുന്നത് നല്ലതല്ലേ എന്ന് വാഴ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന നീ പഠിച്ചവരെ എന്തെങ്കിലും നിനക്ക് സംഭവിച്ചിട്ട് എന്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടി മാറ്റാൻ ഒരു സദഖയെ കൊണ്ട് കഴിയുമല്ലോ. നിങ്ങളെ ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോ ഒന്ന് കാല് തെറ്റി താഴെ വീണാ മതി പെങ്ങളെ, സർവ്വതം തീർന്നു പൊന്നുമോള്. അങ്ങനെ അവസ്ഥയിൽ നിന്ന് പടച്ചറപ്പ് നിന്നെ രക്ഷപ്പെടുത്താൻ സദഖയ്ക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് സംഘാടകർ കടന്നു വരികയാ. ഉറക്കം നടിക്കല്ലേ, അഭിനയിക്കല്ലേ വാപ്പ, അഭിനയിക്കല്ലേ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമല്ലേ. റഹ്മത്തിന്റെ മാലാഖമാരി മജ്ലിസ് വളഞ്ഞു നിൽക്കുകയാണ്. ഓരോ മനുഷ്യന്റെ തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, അല്ലാഹു കൊടുത്ത ആയുസ് മുഴുവനും അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ നിൽക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, രോഗികൾക്ക് വേണ്ടിയാണ്, യതീമീങ്ങൾക്ക് വേണ്ടിയാണ്. ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ പോക്കറ്റിന്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് അല്പമങ്ങാടം നീ എടുത്തതിനകത്തേക്ക് ഇട്ടുകൊടുത്താൽ അല്ലാഹുവിന്റെ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു. നീ കൊടുത്തതിൽ നിന്ന് അല്പം കൊടുത്തവനാ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹു തന്നത് പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ട് നീ അതാ മിണ്ടാതെ ഇരുന്നാൽ, നീ കൊടുക്കാതെ ഇരുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ അപ്പോഴും ദുആ ചെയ്യും. അല്ലാഹ് ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കലേ അല്ലാഹ്. കച്ചവടത്തിന്റെ ലാഭം കുറയും ബാപ്പാ, ഗൾഫിൽ നിന്ന് വരുന്ന വരവ് കുറയും ബാപ്പാ, നിന്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവരെ നീ കൈവിടല്ലേ അല്ലാഹ്.